ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും അതുപോലെ കുറച്ച് സ്ഥലമുള്ളിടത്ത് താമസിക്കുന്നവർക്കും ടെറസിൽ കൃഷി ചെയ്യുന്നവർക്കുമൊക്കെ വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ഇതേ കണ്ടോ, ഞാനിവിടെ ഒരു ചട്ടിക്കകത്ത് പച്ചമുളക് നട്ട് വളർത്തി. ഇത് അധികമൊന്നും ആയില്ല, ഇത് ആദ്യത്തെ വിളവാകണ്ടോ, നിറച്ച് കായ്ച്ച് നിൽക്കുന്നത് കണ്ടോ. ഇതുണ്ട്, ഇതുപോലൊരു ചട്ടിക്കകത്താണ് ഞാൻ നട്ടത്. ഈ ചട്ടിക്കകത്ത് ഇതെങ്ങനെ നട്ട് ഇതുപോലെ നമുക്ക് വിളവെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ സാധാരണ ഏതൊരു മുറ്റമായാലും നമ്മളൊരു ചെടി നടാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ചെടി മാറ്റി വേണമെങ്കിൽ ഇതുപോലെ പച്ചമുളകോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാനും പറ്റും. കാണാനും നല്ല ഭംഗിയാണ്. ചെടി അങ്ങ് മാറ്റണമെന്നല്ല പറഞ്ഞത്, ചെടി ഇഷ്ടപ്പെടുന്നവർ അത് ചെയ്തവരുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതുപോലെ ചട്ടിയിലാക്കി ഇങ്ങനെയും കൃഷി ചെയ്യാം. ഇതിന് രണ്ടാണ് ഗുണം. നമുക്ക് വിഷരഹിത പച്ചക്കറികൾ കഴിക്കാനും പറ്റും, കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഇത് കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു ഉന്മേഷവും കിട്ടും. ഇതെല്ലാം വെച്ചിട്ട് അധികം ആയില്ല, ഇതിൻ്റെ ആദ്യത്തെ കായ്വാണ്. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ കായ്ച്ചു നിൽക്കുന്നത് കണ്ടോ. ഇതിലൊക്കെയാണ് നിറച്ച്. ഇത് ഞാൻ ഒരെണ്ണത്തിൽ 2 കൊല്ലയാണ് പിടിപ്പിച്ചിരിക്കുന്നത്, 2 പച്ചമുളക് കൊല്ലയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് സിറാമുളകാണ് കണ്ടോ, നല്ല കട്ടിയുള്ള ടൈപ്പ്, നല്ല എരിവുള്ളത്. നമ്മൾ വിളവെടുത്താലും കുറച്ചധികം നാൾ നമുക്കിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ വിത്ത് വേണ്ടുന്നവർക്ക് നമ്മുടെ സാൻഡ്രം സ്റ്റോറിലുണ്ട്. 12 ഇനത്തിലധികം മുളകുകൾ നമ്മുടെ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അത് തന്നെയല്ല, മറ്റ് എല്ലാത്തരം പച്ചക്കറി വിത്തുകളും ഉണ്ട്. അതിന് വാട്സാപ്പ് നമ്പർ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കയറി കാറ്റലോഗ് കണ്ട് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഞാനിത് എങ്ങനെയാണ് നട്ടുപിടിപ്പിച്ചേക്കുന്നതെന്ന് പറയാമോ. ഇത് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാതെ ഒരു ലൈറ്റ് വെയിറ്റിലാണ് ഞാൻ നട്ടിട്ടുള്ളത്. ഒന്നാമത് ഞാൻ എടുത്തിരിക്കുന്ന ചട്ടിക്ക് നല്ല രീതിയിൽ തന്നെ സുഷിരം, അതായത് വെള്ളം ഒട്ടും കെട്ടി നിൽക്കാതെ വാർന്നു പോകുന്ന സുഷിരമുള്ള രീതിയിലുള്ള ഒരു ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏറ്റവും താഴെ നമ്മുടെ മെറ്റലുണ്ടല്ലോ, അതിങ്ങനെ കുറച്ച് നിരത്തി ഇട്ടിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഈ ഹാഫോളം വരുന്ന രീതിയിൽ നമ്മുടെ വാഴക്കച്ചി തിക്കി നിറച്ച് വെച്ചു. വാഴക്കച്ചി എന്ന് പറഞ്ഞാൽ അതാണ് വാഴയുടെ ആ കച്ചി അതിൻ്റെ ഒരു പകുതിയിലധികം ഭാഗം തിക്കി നിറച്ച് വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് മണ്ണും കമ്പോസ്റ്റും കൂടെ സെയിം ലെവലിൽ മിക്സ് ചെയ്തിട്ട് അങ്ങ് നിറയ്ക്കായിരുന്നു. ഒത്തിരി ഒന്നുമില്ല. ഇപ്പോൾ 2 മഗ് മണ്ണാണെങ്കിൽ 2 മഗ് കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങ് വെച്ചു. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെറിയ കുഴിയെടുത്തു. കുഴിക്കകത്ത് കുറച്ച് വാമിട്ടു. വാമ് നമ്മുടെ ചെടിയുടെ വേര് വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു ഐറ്റമാണ്. ആ വാമിട്ടു. അതിനുശേഷം നമ്മളിതങ്ങ് നട്ടു. പിന്നെ പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അതിനുശേഷം ഈ ചെടി ഒന്ന് പിടിച്ച് വന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഓരോ വളങ്ങൾ ഇട്ട് കൊടുത്തു. അതിന് മെയിനായിട്ട് ഇട്ട് കൊടുത്തത് സ്റ്റെറാമിലാണ്. പിന്നെ നമ്മൾ ആ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. ചെടി ഒന്ന് പൊങ്ങി വരുന്നിടം വരെ നമ്മൾ ആഴ്ചയിൽ വളം ഇട്ട് കൊടുക്കുമായിരുന്നു. വളരെ കുറേശ്ശെയാണ് നമ്മൾ മണ്ണ് മാറ്റി ഒന്ന് ഇട്ട് കൊടുത്തത്. ഏറ്റവും മുകളിൽ മഴവെള്ളം വീണ് മണ്ണ് തറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കരിയില പൊതയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരിയില പൊത നമ്മൾ എപ്പോഴും ഇടുന്നത് നല്ലതാണ്. വെയിൽ സമയത്താണെങ്കിൽ കൂടുതൽ വെയിൽ ഇതിനകത്തോട്ട് അടിച്ച് ചെടി വാടി പോകാതിരിക്കാൻ അത് സഹായിക്കും. മഴ സമയത്താണെങ്കിൽ വെള്ളം തറഞ്ഞ് വീണിട്ട് മണ്ണുറഞ്ഞു പോകാതിരിക്കാനും സഹായിക്കും. അപ്പം കൂടുതലും ഈ ചട്ടിക്കകത്തൊരു 1/4 ഭാഗത്തോളം വന്നിട്ടുള്ളത് കരിയില മാത്രമാണ്. കരിയില എന്നുള്ളത് വാഴക്കച്ചിയാണ് ഏറ്റവും താഴെയായിട്ടുള്ളത്. ഏത് തരം കരിയില ആയാലും നന്നായിട്ട് പൊടിച്ച് നമുക്ക് ഉപയോഗിക്കാം. വാഴക്കച്ചിക്കാണ് ഒരു പ്രത്യേകത ഉണ്ട്, അതിനകത്ത് പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് കുറേശ്ശെ സ്ലോ റിലീസായിട്ട് ഒരു വളമായിട്ടും കിട്ടും. അപ്പോൾ ഉണക്ക വാഴയിലയും ഞാൻ കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചാണ് ഇതിലിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കണ്ടോ, ഇപ്പോൾ ഇത്ര നന്നായിട്ട് പൂവും കായും എല്ലാം വരാനായിട്ട് നമ്മൾ ആഴ്ചയിൽ വളം കൊടുത്തു. അല്ലാതെ പ്രത്യേകിച്ച് ഇതിന് കീടനാശിനിയോ അല്ലെങ്കിൽ കീടം കൺട്രോൾ ചെയ്യാനായിട്ടോ ഇല്ല മുരടിപ്പിനൊന്നും കൊടുത്തിട്ടില്ല. ഇത് കണ്ടോ, ഈ ചെടികൾക്കെല്ലാം ഏകദേശം ഒരേ വലിപ്പമാണ്. കറക്റ്റ് ഈവനായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മളിങ്ങനെ ഇത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചെടി ഇങ്ങനെ കുറ്റിച്ച് തന്നെ നിൽക്കും, ഒത്തിരി നീണ്ടങ്ങ് പോകത്തില്ല. സൂര്യപ്രകാശം കുറവുള്ളിടത്താണ് സൂര്യപ്രകാശത്തിന് വേണ്ടി ഇതുങ്ങൾ തന്നെ നീണ്ടങ്ങ് പോകും. അപ്പോൾ നല്ല രീതിയിൽ സൂര്യപ്രകാശം ഉള്ളിടത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വളർത്തിക്കൊണ്ട് വരാനായിട്ടും പറ്റും. പിന്നെ അത്യാവശ്യം വെള്ളം, പിന്നെ ഏത് സമയത്തും നമുക്ക് ഇതിനകത്ത് ഈർപ്പം നിലനിൽക്കുന്ന രീതിയിലുള്ള നനവ് ഇതിനകത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോഴത്തേനെ ചെടി ഒരു കാരണവശാലും വാടിപ്പോവുകയോ ഉണങ്ങിപ്പോവുകയോ ഒന്നും ചെയ്യത്തില്ല. മുളക് കൃഷിക്ക് പൊതുവെ കുരുടിപ്പ് രോഗവും ഇല ചുരുണ്ട് വരുന്നതും അതുപോലെ കിടശല്യമൊക്കെ സാധാരണ കാണാറുണ്ട്. എന്നാൽ നമ്മൾ സെറാമുളകിനെ വെക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് സെറാമുളക് കൂടുതലായിട്ട് സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കീടശല്യം ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ വിളവ് തരുന്ന ഒരു ഇനമാണ് സെറാമുളക്. പിന്നെ നമ്മൾ കീടം വന്നിട്ട് അതിനെ ചികിത്സിക്കുന്നതിലും മുമ്പേ ആയിട്ട് നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിലൊക്കെ പുളിച്ച കഞ്ഞി
കഞ്ഞിവെള്ളം ഡൈലൂട്ട് ചെയ്ത് അത് ഇതിൽ തളിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ ചാരം, കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ കുറച്ച് ചാരം കൂടെ കലക്കി തളിച്ചൊക്കെ കൊടുക്കുവാണെങ്കിൽ പച്ചമുളകിന് ഏറ്റവും നല്ലതാണ്. ഇതുപോലെ ചെറിയ ചെറിയ രീതിയിൽ ഓരോ പൊടിക്കൈകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ ചിലവുകളൊന്നും ഇല്ലാതെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ പച്ചമുളക് നമുക്ക് കൃഷി ചെയ്ത് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതിനു മുമ്പ് ഒന്നുകൂടെ പറയട്ടെ, നിങ്ങൾക്ക് വിത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാൻഡ്രം സ്റ്റോറിൽ എല്ലാത്തരം വിത്തും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.